സാലറിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു തുടക്കക്കാരന് പ്രതിവർഷം 20 ലക്ഷം മുതൽ എക്സ്പീരിയൻസ് കൂടുന്തോറും 1,20 ലക്ഷം വരെ ഏൺ ചെയ്യാൻ സൗകര്യം ഉള്ള ഒരു അങ്ങേയറ്റം ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു പ്രൊഫഷനാണ് UK-യിലെ നേഴ്സിംഗ് പ്രൊഫഷൻ. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് UK-യിലെ നേഴ്സിംഗ് പഠിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു BSc നേഴ്സിംഗ് പഠനത്തിന് വേണ്ടി ചിലവാക്കുന്ന സമയം 4 വർഷമാണ്. പക്ഷേ ഇതേ ക്വാളിഫിക്കേഷൻ തന്നെ ലോക നിലവാരത്തിലുള്ള ഒരു BSc നേഴ്സിംഗ് പ്രൊഫഷനാകാനായിട്ട് ഞങ്ങൾക്ക് ചിലവാക്കേണ്ടി വരുന്നത് കേവലം 3 വർഷം മാത്രമാണ്. അപ്പോൾ ഒരു വർഷം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഒരു യങ് ജനറേഷനുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം സേവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. UK-യിലുള്ള യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് BSc നേഴ്സിംഗ് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് UK എന്നതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു 3 വർഷം കൊണ്ട് BSc നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാം. IELTS ആവശ്യമില്ല. +2 ബയോസയൻസ് കഴിഞ്ഞൊരു കുട്ടിക്ക് നേരിട്ട് അവിടെ അഡ്മിഷൻ എടുത്ത് BSc നേഴ്സിംഗിൻ്റെ പഠനം അവർക്ക് തുടങ്ങാം. നിരവധി യൂണിവേഴ്സിറ്റികളാണ് UK-യിൽ BSc നേഴ്സിംഗ് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് വിസയിൽ UK-യിൽ നേഴ്സിംഗ് പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് ട്യൂഷൻ ഫീസിൻ്റെ കാര്യം കൂടെ മുൻകൂട്ടി അറിഞ്ഞിട്ട് വേണം പോവാൻ. സാധാരണ രീതിയിൽ ഇന്ത്യൻ കറൻസിയിൽ പറയുകയാണെങ്കിൽ ഏതാണ്ട് 10 ലക്ഷം മുതൽ 14 ലക്ഷം വരെയുള്ള ട്യൂഷൻ ഫീസ് റേഞ്ചാണ് UK യൂണിവേഴ്സിറ്റികളിൽ BSc നേഴ്സിംഗിന് വരുന്നത് പ്രതിവർഷം. ഇത് കൂടാതെയാണ് അവർക്ക് ഫുഡിനും അക്കോമഡേഷനും വേണ്ടിയിട്ടുള്ള അഡീഷണൽ എക്സ്പെൻസും വരുന്നത്. BSc നേഴ്സിംഗ് പ്രോഗ്രാം UK-യിൽ മുഴുവൻ സ്കോളർഷിപ്പോട് കൂടിയിട്ട്, അതായത് 1 രൂപ പോലും ട്യൂഷൻ ഫീസ് കൊടുക്കാതെ പഠിക്കാനായിട്ട് പറ്റുന്ന ക്യാമ്പസുകളുണ്ട്. അത് കൂടുതലും സൗത്ത് വെയിൽസ് ഭാഗങ്ങളിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റീസാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ട്യൂഷൻ ഫീസ് ഇല്ലാതെ മുഴുവൻ സമയ പഠനവും കിട്ടാറുള്ളത്. അതേസമയം തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ ഹൈലി അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. +2 നല്ല മാർക്ക് വേണം. IELTSൻ്റെ സ്കോറോടുകൂടി മാത്രമേ അവിടേക്ക് അപേക്ഷിക്കാനും പറ്റുകയുള്ളൂ. നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ IELTS ഇല്ലാതെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന ക്യാമ്പസുകളൊക്കെ ആണെങ്കിലാണ് നമ്മൾ ട്യൂഷൻ ഫീസ് കൊടുത്ത് പഠിക്കേണ്ടി വരുന്നത്. അവിടെയാണ് സ്കോളർഷിപ്പ് കിട്ടിയതിന് ശേഷം ഏതാണ്ട് ഒരു 10 മുതൽ 14 ലക്ഷം വരെ പ്രതിവർഷം ട്യൂഷൻ ഫീസ് വരുന്ന ക്യാമ്പസുകളുള്ളത്. ഇതിൽ അഡ്മിഷൻ കിട്ടുന്നത് +2 കഴിഞ്ഞ കുട്ടികൾക്കും പോകാം. അവർക്കാണെങ്കിൽ 3 വർഷത്തെ കോഴ്സായിട്ട് അത് ചെയ്യാം. അതേസമയം GNM പോലുള്ള നേഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഇന്ത്യയിൽ നിന്നും നേരത്തെ എടുത്തിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഈ BSc നേഴ്സിംഗിൻ്റെ സെക്കൻഡ് ഇയറിലേക്ക് ഡയറക്റ്റായിട്ട് അവർക്കൊരു ലാറ്ററൽ എൻട്രി വഴി പോയിട്ട് 2 വർഷം കൊണ്ട് അവർക്ക് ആ കോഴ്സ് BSc നേഴ്സിംഗ് അവിടെ കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. മാത്രവുമല്ല GNM കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഏജ് ലിമിറ്റ് ഇല്ലാതെ തന്നെ ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് പോകാനുള്ള ഒരു സൗകര്യം കൂടി UK-യിലുള്ള ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നും നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു BSc നേഴ്സിൻ്റെ ഒരു കരിയർ ജേർണിയെക്കുറിച്ചിട്ടാണ് നമ്മൾ അറിയുന്നത്. മിക്കവാറും ധാരാളം ആൾക്കാർ UK-യിൽ നേഴ്സിംഗ് പഠിക്കാൻ പോകണമെന്ന് പറയുന്നതല്ലാതെ വാസ്തവത്തിൽ എന്തൊക്കെയാണ് പിന്നീട് ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അവരൊരു വളരെയധികം പ്രോമിസിംഗ് ആയിട്ടൊരു കരിയർ ബിൽഡ് ചെയ്തതിനകത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നീട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചും കൂടിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. BSc നേഴ്സിംഗ് UK-യിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു നേഴ്സായിട്ട് അവർ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ NMC രജിസ്ട്രേഷനാണ് അവർ ചെയ്യേണ്ടത്. പലപ്പോഴും ഇന്ത്യയിൽ നിന്നും മറ്റ് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് അവർക്കൊരു UK-യിൽ ഒരു BSc നേഴ്സിംഗ് കഴിഞ്ഞാൽ നേരെ ഒരു നേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യാന്നുള്ളൊരു ധാരണയിലാണ് പോകുന്നത്. പക്ഷേ വാസ്തവത്തിൽ NMC രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. അതിലൊരു 3 പാർട്ടായിട്ടുള്ള എക്സാംസാണ് അവരതിന് ക്ലിയർ ചെയ്യേണ്ടത്. പക്ഷേ പൊതുവേ വളരെ ഹൈ സക്സസ് റേറ്റാണ് ഈ NMCയുടെ പാസ് റേറ്റിൽ. ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് വിസയിലും അവിടുന്ന് പഠിക്കുന്ന കുട്ടികൾക്കും ഒക്കെ ഇത് കമ്പൽസറി ആയിട്ടത് അവർ ചെയ്യണമെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞാൽ വളരെ സക്സസ് റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പൊതുവെ എല്ലാ കുട്ടികളും അത് പാസ്സാവുന്നതുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്ന 3 എക്സാംസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ CBT എന്ന് പറയും. CBT എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റാണ്. അതായത് അവരുടെ BSc നേഴ്സിംഗിൻ്റെ ഭാഗത്തിൽ അവർ പഠിച്ചിരിക്കുന്നതിൻ്റെ തിയറിറ്റിക്കൽ അറിവുകൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് CBT എക്സാം. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് OSCE, അതായത് ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ. അതായത് അവരുടെ പ്രായോഗികമായ കഴിവുകൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ടെസ്റ്റ്. മൂന്നാമത്തത് ഒബിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിയാമായിരിക്കും, അവരുടെ ഭാഷാ പ്രാവീണ്യം, ഇംഗ്ലീഷിൽ അവർക്ക് എത്രമാത്രം
കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളത് അടക്കുന്നതിനാണ്. IELTS തന്നെയാണ് ഒബിയസ്ലി അതിന് വേണ്ടി വരിക. IELTSൻ്റെ അതിന് വേണ്ടി വരുന്ന സ്കോർ എന്ന് പറയുന്നത് ലിസണിങ്ങിനും സ്പീക്കിങ്ങിനും 7ഉം റൈറ്റിങ്ങിന് 6.5 അല്ലെങ്കിൽ OET B ഗ്രേഡുമാണ് ഇതിനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഈ 3 പോർഷൻ, ഈ 3 പാർട്ടും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നേരെ പിന്നെ അവിടെ നാഷണൽ ഹെൽത്ത് സർവീസിലേക്കുള്ള നേഴ്സായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള യോഗ്യതകൾ അവർ പൂർണ്ണമായിട്ടും അപ്പോഴേക്കും നേടിക്കഴിഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പം നമ്മൾ അറിയേണ്ടത് NHS രജിസ്ട്രേഷൻ കിട്ടിക്കഴിയുന്ന ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാനായിട്ടുള്ള ഒരു ശമ്പളത്തിൻ്റെ തോത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. UK BSc നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ഒരു നേഴ്സിംഗ് പ്രൊഫഷനിലേക്ക് വരുമ്പോഴത്തേക്കും ആ നേഴ്സസിന് പലതരത്തിലുള്ള ബാൻഡ്സ്, അതായത് പലതരത്തിലുള്ള പൊസിഷൻസോ അല്ലെങ്കിൽ ലെവൽസാണ് UK നേഴ്സിംഗ് കരിയറിൽ വരുന്നത്. അത് ബാൻഡ് 1 മുതൽ ബാൻഡ് 9 വരെയാണ് വരുന്നത്. അപ്പോൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് പല ആളുകൾക്കും ഒരു മുൻ ധാരണയൊന്നും ഉണ്ടാവുകയില്ല. എല്ലാവരും പൊതുവെ കരുതുന്നത് UK പോകുന്ന ഒരു BSc നേഴ്സിംഗ് കഴിയുന്നു, പിന്നെ അതിനുശേഷം ഈ പറയുന്ന നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിൻ്റെ ചില എക്സാംസ് ഒക്കെ ഉണ്ട്, അത് കഴിഞ്ഞാൽ ഞാൻ നേരെ ഒരു നേഴ്സിംഗ് കരിയറിലേക്ക് കടക്കുന്നു എന്നൊക്കെയാണ്. എങ്കിലും നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഇതെന്തൊക്കെയാണ് ഈ ബാൻഡ് 1 മുതൽ ബാൻഡ് 9 വരെ വരുന്ന ജോബുകളും അല്ലെങ്കിൽ അവർ ആ സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ള വർക്ക് റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നുള്ളതെന്ന് പെട്ടെന്നൊന്ന് പറയാം. ബാൻഡ് 1 പറയുന്ന പേരെന്ന് പറയുന്നത് നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് ഇൻ ദ UK എന്നാണ്. അവർക്ക് പൊതുവായിട്ട് വരുന്ന വർക്ക് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് സപ്പോർട്ട് വർക്കേഴ്സ്, ഹൗസ് കീപ്പിംഗ് അസിസ്റ്റൻസ്, നേഴ്സിംഗ് അസിസ്റ്റൻസ് ഓർ എൻട്രി ലെവൽ റോൾസിനകത്ത് വരുന്ന ഓറിയൻറ്റേഷൻ ഓഫ് ട്രെയിനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പൊതുവെ ബാൻഡ് 1 വരുന്നത്. ഈ ബാൻഡ് 1 വരുന്ന നേഴ്സസിന് കിട്ടുന്ന പൊതുവായൊരു സാലറി സ്ട്രക്ചർ UK ഇപ്പോൾ ഉള്ളത് ഇന്ത്യൻ കറൻസിയിൽ പറഞ്ഞാൽ ഏകദേശം 23 ലക്ഷമാണ് ആവറേജ് അവരുടെ വാർഷിക ശമ്പളം ഉണ്ടാവുന്നത്. ദെൻ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ബാൻഡ് 2 ആണ്. ബാൻഡ് 2 വർക്ക് ചെയ്യുന്ന നേഴ്സസിനെ പൊതുവെ അവർ പറയുന്ന ടെക്നിക്കൽ ടേം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന അവരുടെ ഒരു ആവറേജ് വാർഷിക വരുമാനം ഇന്ത്യൻ കറൻസിയിൽ നോക്കുകയാണെങ്കിൽ അത് ഏതാണ്ട് ഒരു 23 മുതൽ 24 lakhs വരെയാണ് വരുന്നത്. അടുത്തത് ബാൻഡ് 3 ആണ്. ബാൻഡ് 3 അവരെ പറയുന്നത് എമർജൻസി കെയർ അസിസ്റ്റൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എമർജൻസി കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പ്രതിവർഷ വരുമാനം ഇന്ത്യൻ കറൻസിയിൽ ഏകദേശം 25 തൊട്ട് 26 ലക്ഷം രൂപ വരെ ആണ്. അവർക്ക് പ്രധാനമായിട്ടും അവർ ചെയ്യുന്ന വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPR, പാരാമെഡിക് അസിസ്റ്റൻസ്, ഫസ്റ്റ് എയ്ഡ് പ്രൊവിഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന ബാൻഡ് 3 വരുന്നത്. ദെൻ അടുത്തത് വരുന്നത് ബാൻഡ് 4 ആണ്. ബാൻഡ് 4 വരുന്ന നേഴ്സസിനെ പൊതുവായിട്ട് ടെക്നിക്കലായിട്ട് അവർ പറയപ്പെടുന്നത് തിയേറ്റർ സപ്പോർട്ട് വർക്കർ എന്നുള്ളതാണ്. ഇപ്പോൾ തിയേറ്റർ സപ്പോർട്ട് വർക്കറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന നേഴ്സസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഒരു വാർഷിക വരുമാനം എന്ന് പറയുന്നത് ഇന്ത്യൻ കറൻസിയിൽ ഏകദേശം 26 ലക്ഷം മുതൽ 28 ലക്ഷം വരെയൊക്കെ കണ്ടുവരുന്നുണ്ട്. അവർ പൊതുവായിട്ട് ചെയ്യുന്ന വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്റർ അസിസ്റ്റൻറ്റ്, സർജൻസ് അസിസ്റ്റൻസ്, ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ജോബ്സാണ് അവർ ചെയ്യുന്നത്. പിന്നെ അടുത്ത് വരുന്നത് ബാൻഡ് 5 ആണ്. ബാൻഡ് 5 പറയുന്നത് ന്യൂലി ക്വാളിഫൈഡ് നേഴ്സസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ന്യൂലി ക്വാളിഫൈഡ് നേഴ്സസ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിക്കകത്തുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ 3 year BSc നേഴ്സിംഗ് കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റുഡൻസ് അവർ NMCയുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻസ് പാർട്ട് 1ഉം പാർട്ട് 2ഉം പിന്നെ ലാംഗ്വേജ് എക്സാംസും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നേരെ എൻറോൾ ചെയ്യുന്നത് തന്നെ ഈ ബാൻഡ് 5 അപ്പോൾ അതാണ് നമുക്ക് എപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം. BSc നേഴ്സിംഗ് കഴിയുന്ന ആളുകൾക്ക് ഈ ബാൻഡ് 1, ബാൻഡ് 2, ബാൻഡ് 3, ബാൻഡ് 4 പോലെയുള്ള പൊസിഷൻസിൽ വർക്ക് ചെയ്യേണ്ടി വരില്ല. പകരം അവർക്ക് നേരെ തന്നെ ബാൻഡ് 5 എൻറോൾ ചെയ്യാം. അങ്ങനെ ബാൻഡ് 5 എൻറോൾ ചെയ്യുന്ന നേഴ്സസിനെ ഐദർ സ്റ്റാഫ് നേഴ്സസ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ന്യൂലി ക്വാളിഫൈഡ് നേഴ്സസ് എന്നൊക്കെയാണ് പൊതുവെ അവരെ പറയുന്നത്. സാധാരണ രീതിയിൽ അവർ സ്റ്റാഫ് നേഴ്സ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ആ സമയത്ത് അവർക്ക് പ്രതിവർഷം കിട്ടാവുന്ന ഒരു ശമ്പളത്തിൻ്റെ ഒരു നിരക്ക് എന്ന് പറയുന്നത് പൗണ്ടിൽ പറയുകയാണെങ്കിൽ 28,000 പൗണ്ട് മുതൽ 34,000 പൗണ്ട് വരെയാണ് പ്രതിവർഷം അവർക്ക് ഇതിലൂടെ കിട്ടുന്ന വരുമാനം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ കറൻസിയിൽ അത് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 28 ലക്ഷം മുതൽ 34 ലക്ഷം വരെയാണ് അവർക്ക് ശമ്പളം കിട്ടുന്നതെന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ബാൻഡ് 5 ഒരു എൻട്രി ലെവൽ നേഴ്സായിട്ട് വരുമ്പോഴത്തേക്കാണ്. പക്ഷേ അവർക്ക് അവരുടെ ഈ ഒരു നേഴ്സിംഗ് ഫീൽഡിലുള്ള എക്സ്പീരിയൻസും മറ്റും കൂടുന്നതനുസരിച്ചിട്ട് അവരുടെ സാലറിയിലും മറ്റും ക്രമേണ
കൂടുതലായിട്ടുള്ളൊരു വർധനവ് നമുക്ക് കാണാൻ പറ്റും. അതായത് ബാൻഡ് 5 നിന്നും ഏതാണ്ടൊരു 4 തൊട്ട് 6 വർഷം വരെ എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ അവരൊരു സീനിയർ നേഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് നേഴ്സ് എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് അവർ എത്തിച്ചേരും. അത് ബാൻഡ് 6 എന്നുള്ളൊരു കാറ്റഗറിയാണ് ഇപ്പോൾ വരുന്നത്. ഒരു ബാൻഡ് 6 കാറ്റഗറിയിൽ അവർ എത്തുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവർക്ക് കിട്ടുന്നൊരു സാലറി എന്ന് പറയുന്നത് പ്രതിവർഷം ഇന്ത്യൻ കറൻസിയിൽ പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 35 ലക്ഷം മുതൽ ഒരു 42-43 ലക്ഷം വരെയാണ് അവർക്ക് ആ സമയത്ത് ബാൻഡ് 6 നേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി അതിനുശേഷം അടുത്തതായിട്ട് വരുന്നത് ബാൻഡ് 7 ആണ്. ബാൻഡ് 7-ലുള്ളൊരു നേഴ്സ് ആകുമ്പോഴേക്കും അവരൊരു അഡ്വാൻസ്ഡ് നേഴ്സിംഗ് പ്രാക്ടീഷണർ എന്ന് പറഞ്ഞൊരു ലെവലിലേക്ക് അവർ എത്തിച്ചേരും. ആ സമയത്ത് അവർക്ക് കിട്ടുന്നത് ഏതാണ്ടൊരു 50 ലക്ഷം വരെ പ്രതിവർഷം വരുമാനം കിട്ടുന്ന ഒരു നേഴ്സിംഗ് പ്രൊഫഷനിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ബാൻഡ് 8 ആണ്. ബാൻഡ് 8 എന്ന് പറയുമ്പോഴേക്കും അത് മാട്രൺ, ചീഫ് നേഴ്സ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു പൊസിഷനിലേക്കാണ് അവർ എത്തിച്ചേരുന്നത്. ഏതാണ്ടൊരു 6 വർഷം തൊട്ട് 7 വർഷത്തെ വരെ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴത്തേക്കൊക്കെയാണ് അവരൊരു BSc നേഴ്സിംഗ് ക്വാളിഫിക്കേഷനിൽ നിന്നും ഇത്രയും വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും കൂടെ ആയി കഴിയുമ്പോഴത്തേക്കും ബാൻഡ് 8ലേക്ക് എത്തുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സാലറി എന്ന് പറയുന്നത് ഏതാണ്ടൊരു 60 ലക്ഷം മുതൽ 1 കോടി വരെയാണ് ആ സമയത്ത് അവർക്ക് കിട്ടുന്ന പ്രതിവർഷ വരുമാനം. ഇനി അതിനും മുകളിലൊരു ബാൻഡ് കൂടിയുണ്ട് UK-യിൽ. അത് വരുന്നത് ബാൻഡ് 9 ആണ്. ബാൻഡ് 9 ആകുമ്പോഴേക്കും അവരുടെ ഒരു പൊസിഷനെ കുറിച്ച് പറയുന്നൊരു ടേം എന്നുള്ളത് ഡയറക്ടർ ഓഫ് നേഴ്സിംഗ് എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് അവർ എത്തിച്ചേരും. ഇപ്പോൾ ഒരു ഡയറക്ടർ ഓഫ് നേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ലെവലിലേക്ക് അവർ എത്തുകയാണെങ്കിൽ, അതായത് ബാൻഡ് 9 എന്നുള്ള ലെവലിലേക്ക് അവർ എത്തുമ്പോഴേക്കും ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം UK-യിൽ കിട്ടാവുന്നതിലെ ഏറ്റവും ഹയർ പൊസിഷനിലേക്കാണ് അവർ എത്തിച്ചേരുന്നത്. ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ UK-യിലും മറ്റും നിരവധി മലയാളി നേഴ്സസാണ് ഇപ്പോൾ ഈ ഡയറക്ടർ ഓഫ് നേഴ്സിംഗ് പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ. അപ്പോൾ അവിടെ ആ സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു സാലറി എന്ന് പറയുന്നത് പ്രതിവർഷം ഏതാണ്ട് 1 കോടി മുതൽ 1.25 കോടി വരെയാണ് പ്രതിവർഷം അവർക്ക് കിട്ടുന്ന ശമ്പളം. ഇതുകൂടാതെ മറ്റു പല ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടുന്നുണ്ടാവും. കാരണം അവരുടെ ആ സീനിയോറിറ്റിയും മറ്റും കണക്കാക്കി അവരുടെ ഇതുവരെയുള്ള പ്രവൃത്തി പരിചയവും അവരുടെ ക്വാളിഫിക്കേഷനും ഇത്രയും വർഷത്തെ കേസ് സ്റ്റഡീസിൻ്റെ എക്സ്പീരിയൻസും ഒക്കെ കൂടി കണക്കാക്കി വരുമ്പോഴത്തേക്കും അവർക്ക് ഇനിയും വരും വർഷങ്ങളിൽ ഇതിനേക്കാളും കൂടുതൽ സാലറി കിട്ടുന്ന ഒരു പ്രൊഫഷനിലേക്ക് അവർക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് UK-യിലുള്ള യൂണിവേഴ്സിറ്റികളിലുള്ളൊരു BSc നേഴ്സിങ്ങിന് +2 കഴിഞ്ഞ ശേഷം പോയി അങ്ങനെ ഒരു കോഴ്സ് കഴിഞ്ഞ ശേഷം കാലാന്തരത്തിൽ അവർക്ക് ഈ പറയുന്ന ഒരു ഏറ്റവും മികച്ച ഒരു വരുമാനവും അവരുടെ കുടുംബ ഭദ്രതയും ഒക്കെ നേടാൻ പറ്റുന്നൊരു തരത്തിലേക്ക് അവർക്ക് ഏതാണ്ടൊരു 8 തൊട്ട് 9 വർഷത്തിനുള്ളിൽ അവർക്കായി തീരാം എന്നുള്ളതാണ് ഇത് നമ്മളെ ചൂണ്ടിക്കാണിച്ച് തരുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോയിലൊരു സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത് ഏറ്റവും റിവാർഡിംഗ് ആയിട്ടുള്ള, ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള, അതേസമയം ഏറ്റവും കൂടുതൽ ഷോർട്ടേജുമുള്ള ഒരു പ്രൊഫഷൻ UK-യിൽ, അതായത് ഒരു നേഴ്സായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ UK-യിൽ യൂണിവേഴ്സിറ്റികൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ വളരെയധികം സ്വാഗതം ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം കിട്ടിയിരിക്കുന്ന അറിവുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 4 ലക്ഷത്തോളം നേഴ്സസിൻ്റെ ഓപ്പണിങ്സ് ആണ് വരുന്ന 5-6 വർഷത്തിനുള്ളിൽ UK-യിൽ വരുന്നത്. അപ്പോൾ ഇത്രയും റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചിലവാക്കേണ്ടി വരുന്നത് ഏകദേശം പ്രതിവർഷം ഒരു 10-11 ലക്ഷം രൂപ ട്യൂഷൻ ഫീസോ പിന്നെ 3 വർഷമോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എത്രയോ മടങ്ങ് പ്രയോജനമാണ് പിന്നീട് അങ്ങോട്ടുള്ള ജീവിത ഉടനീളം നമുക്ക് കിട്ടുന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം UK-യിൽ ഒരു നേഴ്സിംഗ് കരിയറിലേക്ക് പോകുന്നതിന് താല്പര്യമുള്ള കുട്ടികൾ ഇതിനെ കാണാനായിട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ ഫെയർ ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെടുക. ധാരാളം കുട്ടികൾ എല്ലാ ഇൻടേക്കിലും ഫെയർ ഫ്യൂച്ചറിൽ നിന്നും UK-യിലെ നിരവധി യൂണിവേഴ്സിറ്റികളിൽ BSc നേഴ്സിംഗ് കോഴ്സിന് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഫെയർ ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെടാനുള്ള കോൺടാക്ട് ഫോൺ നമ്പേഴ്സും ഇമെയിൽ ID ഒക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്. സോ all the very best. Thank you.